ഹായ് ഓൾ, വെൽക്കം ടു വിസ്ഡം ലെക്ചേഴ്സ് ഫോർ കമ്പ്യൂട്ടർ സയൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് HSST കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസ് ആയിരുന്നു. അതിലെ ടോപ്പിക്സും വെയിറ്റേജ് എല്ലാം നമ്മൾ നോക്കി. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നടന്ന HSST കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ഉണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 417/2022 കാറ്റഗറി നമ്പർ ആണ്. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും അതൊരു സെൽഫ് കോൺഫിഡൻസ് കൂടാനും അതോടൊപ്പം സെൽഫ് അവയർനെസ്സിന് കൂടി വേണ്ടിയിട്ടാണ്. നമുക്ക് എത്രത്തോളം ഇപ്പം നമ്മുടെ സബ്ജക്റ്റിൽ അറിവുണ്ട് എന്ന് സ്വയം പരിശോധിക്കാൻ കൂടെ നമുക്ക് ഈ ഒരു സെഷൻ പ്രയോജനപ്പെടും. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും അതിന്റെ ആൻസർ ഗസ് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ചെക്ക് ചെയ്യുക. അപ്പൊ എവിടെയൊക്കെയാണോ വീക്ക് അവിടെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് കൂടുതൽ ബെറ്ററായി HSST എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇനി അധികം സമയം കളയാതെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്യൂ elements are deleted from the dash end. ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യൂവിൽ എലമെന്റ്സ് എവിടെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്ന്, അല്ലെ? നമ്മൾ നോർമൽ ലൈഫിലും ക്യൂ യൂസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിലും ക്യൂ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യൂവിൽ നമ്മൾ ഡാറ്റ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? പുറകിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എവിടെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്? ഫ്രണ്ട് എന്നാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായിരിക്കും ക്യൂയുടെ ടെക്നോളജി. ഫസ്റ്റ് വന്നവർക്ക് ഫസ്റ്റ് പുറത്തു പോകാം, ലാസ്റ്റ് വന്നവർക്ക് ലാസ്റ്റ് ആണ് പുറത്തു പോകാൻ പറ്റുന്നത്. സ്റ്റാക്കിലാണെങ്കിലോ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ആയിരിക്കും. ആദ്യം വന്ന ആള് ലാസ്റ്റ് ആയിരിക്കും പുറത്തു പോകുന്നത്. ലാസ്റ്റ് വന്ന ആളാണ് ഫസ്റ്റ് പുറത്തു പോകുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is or are unpaired tags in HTML? Option B, option A B, option B BR, option C HR, option D both 2 and 3. ഇതില് ഓപ്ഷൻ എ ബി എന്ന് പറഞ്ഞാൽ ബോൾഡ് ആണ്. നമ്മളൊരു സെന്റൻസ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ബി. അതിന് ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അതിന്റെ നമ്മൾ എവിടെ തൊട്ടാണോ ബോൾഡ് ആക്കേണ്ടത് അവിടെ ഓപ്പണിംഗ് ടാഗ് ഉണ്ടാകും. എവിടെ വരെയാണോ ബോൾഡ് ആക്കേണ്ടത് അവിടെ ക്ലോസിംഗ് ടാഗ് ഉണ്ടാകും. അങ്ങനെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗ്സ് ആണ് പെയർഡ് ടാഗ്സ് എന്ന് പറയുന്നത്. ഇനി ബി ആർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ടാണ്. അതിന് ഓപ്പണിംഗ് ടാഗോ ക്ലോസിംഗ് ടാഗോ ഇല്ല, സെൽഫ് ക്ലോസിംഗ് ടാഗ് ആണ് അത്. അടുത്തത് എച്ച് ആർ എന്താണ്? ഹൊറിസോണ്ടൽ റൂൾസ് ആണ്. ഹൊറിസോണ്ടൽ ലൈൻസിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ക്ലോസിംഗ് ടാഗ് ആണ്. അപ്പൊ ബി ആറും എച്ച് ആറും അൺപെയർഡ് ടാഗ്സ് ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബോത്ത് 2 and 3. Next question. The CSS property used to make text bold. CSS പ്രോപ്പർട്ടിയിൽ ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണ്? ഓപ്ഷൻ എ, ഫ്രണ്ട് വെയിറ്റ് ബോൾഡ്. അതാണ് നമ്മുടെ ആൻസർ. ഫോണ്ട് വെയിറ്റ് ബോൾഡ്. ഫോണ്ട് വെയിറ്റ് ബോൾഡ്. ഫോണ്ട് വെയിറ്റ് ബോൾഡ് ആക്കുന്നതാണ് CSS പ്രോപ്പർട്ടിയിൽ നമ്മൾ ടെക്സ്റ്റ് ബോൾഡ് ആക്കാനുള്ള പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. The built-in function for converting JSON string into JavaScript object. JSON script എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രിപ്റ്റ് സ്ട്രിങ്, JSON സ്ട്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് JavaScript ഒബ്ജക്ട് നൊട്ടേഷൻ സ്ട്രിങ്സ് ആണ്. അതിന് JavaScript ഒബ്ജക്ട്സിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഓപ്ഷൻ എ JSON
പാഴ്സ്. പാഴ്സ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? JSON സ്ട്രിങ്ങിനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സിലേക്ക് മാറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത് വൺ. Ajax send data to a web server. Option A, in the background. Option B, before loading the page. Option C, with loading the page. Option D, any of the above. അജാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML ആണ്. അജാക്സ് ഈസ് യൂസ്ഡ് ആസ് എ ടെക്നിക് in web development to send and receive data from the web server asynchronously, which means it can happen in the background without reloading the entire web page. അപ്പോൾ എന്താണ്? In the background ആണ് നമുക്ക് അജാക്സ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് എങ്ങോട്ട്? വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോക്കറ്റ് അഡ്രസ് ഈസ് ഫസ്റ്റ് വൺ, കോമ്പിനേഷൻ ഓഫ് MAC അഡ്രസ് ആൻഡ് ഡൊമൈൻ അഡ്രസ്. സെക്കൻഡ് ഓപ്ഷൻ, കോമ്പിനേഷൻ ഓഫ് IP അഡ്രസ് ആൻഡ് പോർട്ട് അഡ്രസ്. തേർഡ് ഓപ്ഷൻ, കോമ്പിനേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ലെയർ അഡ്രസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. സോക്കറ്റ് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് IP അഡ്രസ് ആൻഡ് പോർട്ട് അഡ്രസ് ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സെർവർ പ്ലേസ് ആൻ ഇന്റർമീഡിയറി റോൾ ബിറ്റ്വീൻ യൂസർ ആൻഡ് ടാർഗറ്റഡ് വെബ്സൈറ്റ്സ് ഓർ സെർവേഴ്സ്? ഓപ്ഷൻസ്, ഫയൽ സെർവർ, ഡാറ്റാബേസ് സെർവർ, പ്രോക്സി സെർവർ, വെർച്വൽ പ്രൈവറ്റ് സെർവർ. ഇതിൽ ഏതാണ്? പ്രോക്സി സെർവർ ആണ് നമ്മുടെ ആൻസർ. പ്രോക്സി സെർവർ ആണ് ഇതിന്റെ ഇടയിൽ, ക്ലയന്റിന്റെ സെർവറിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ക്ലയന്റിന്റെ റിക്വസ്റ്റ് സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അവിടെ നിന്നുള്ള റെസ്പോൺസ്, സെർവറിനുള്ള റെസ്പോൺസ് ക്ലയന്റിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം ഒറിജിനൽ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നതാണ് പ്രോക്സി സെർവറിന്റെ ദൗത്യം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. ഏതാണ്? ഓപ്ഷൻ എ, HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇതാണ് ക്ലയന്റ് സൈഡ് scripting language. Okay, next question. Conversion of IP address to host name is option A, DNS lookup. Option B, forward DNS lookup. Option C, reverse DNS lookup. Option D, lookup. Conversion of IP address to host name എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിവേഴ്സ് DNS ലുക്കപ്പ് ആണ്. ഇനി കൺവേർഷൻ ഓഫ് ഹോസ്റ്റ് നെയിം ഇൻടു IP അഡ്രസ് ആണെങ്കിൽ ഏതാണ്? ഫോർവേഡ് DNS ലുക്കപ്പ് ആണ്. പിന്നെ ഈ DNS ലുക്കപ്പും നോർമൽ ലുക്കപ്പും ജനറിക് ടേംസ് ആണ്. അത് ഫോർവേഡ് DNS ലുക്കപ്പിനെയോ റിവേഴ്സ് DNS ലുക്കപ്പിനെയോ represent ചെയ്യാം. Upon context we can decide which DNS lookup is that. Okay, so the conversion of IP address to host name is option C, reverse DNS lookup. 10th question. Which of the following is or are true? Option A, in an active attack, modification in information take place. Option B, in an active attack, attention is on detection. Option C, the duration of a passive attack is short. Option D, all of the above.
നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ ആൻ ആക്റ്റീവ് അറ്റാക്ക് മോഡിഫിക്കേഷൻ ഇൻ ഇൻഫർമേഷൻ ടേക്ക് പ്ലേസ്. ആക്റ്റീവ് അറ്റാക്കിൽ മോഡിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ നടക്കുന്നുണ്ട്. ശരിയാണ്. അതായത് tracker actively engages with the system or network to modify or manipulate data such as altering messages, injecting malicious code, or ചേഞ്ചിങ് കോൺഫിഗറേഷൻസ്. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നടക്കാം. ഇതാണ് ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിൽ ഇൻഫർമേഷൻ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, ഇൻ ആൻ ആക്റ്റീവ് അറ്റാക്ക് attention is on ഡിറ്റക്ഷൻ. ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. കാരണം the attacker's focus is on carrying out the attack without being detected. ഡിറ്റക്ട് ചെയ്യപ്പെടാതിരിക്കാനാണ് അറ്റാക്കേഴ്സ് മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്താണ് ഈ ഡാറ്റാസ് മാനിപ്പുലേറ്റ് ചെയ്യാനും എല്ലാം ശ്രമിക്കുന്നത്. അപ്പൊ ഓൺ ഡിറ്റക്ഷനിലല്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അടുത്തത്, the duration of a passive attack is short. അതും ഫോൾസ് ആണ്. അതായത് passive attack such as eavesdropping or monitoring network traffic can occur over extended periods without the attacker being detected easily. നമ്മൾ കുറെ നേരം നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം, അതിൽ നിന്ന് ഈവ്സ്ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ആ ഇൻഫർമേഷൻ എന്തൊക്കെയാണോ അറ്റാക്കർക്ക് കിട്ടേണ്ടത് അത്രയും നേരം ആ ആളിരുന്ന് അത് എടുത്തോണ്ടിരിക്കും. വിത്തൗട്ട് modify any data in that he is just listening or he just watching and getting the information only. അതിനകത്ത് ഒരു ചേഞ്ചും വരുത്തുന്നില്ല. മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നടത്താതെയാണ് കേൾക്കുക അല്ലെങ്കിൽ കാണുക, ആ ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് പാസീവ് അറ്റാക്കിൽ നടക്കുന്നത്. അത് ഷോർട്ട് ആണ് ലോങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഷോർട്ട് അല്ല, കാരണം അതിന് കുറച്ച് സമയം എടുക്കും. ആ ഒരു നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. അവർക്ക് എപ്പോഴാണോ ആ ഇൻഫർമേഷൻ കിട്ടുന്നത് അതുവരെ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ പാസീവ് അറ്റാക്ക് ഈസ് നോട്ട് ഷോർട്ട് ഡ്യൂറേഷൻ. സോ ഇതിനകത്ത് നമുക്ക് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ, ഇൻ ആൻ ആക്റ്റീവ് അറ്റാക്ക് മോഡിഫിക്കേഷൻ ഇൻ ഇൻഫർമേഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ. Which among the following ensures that a message or transaction has not been tampered with? നമ്മുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനോ ടാമ്പേർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് ഏത് പ്രോപ്പർട്ടിയാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്റഗ്രിറ്റി ആണ്. അതായത് ഡാറ്റ റിമെയിൻസ് കംപ്ലീറ്റ്, accurate and unchanged during storage, transmission or processing. It ensures the authorized modifications, deletions and additions to the data that are detected and prevented. Okay, unauthorized ആയിട്ടുള്ള ഡാറ്റ മാനിപ്പുലേഷനോ അങ്ങനെയുള്ള കാര്യം അഡീഷനോ എല്ലാം ഡിറ്റക്ട് ചെയ്യുകയും പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ഓതറൈസ്ഡ് ആയിട്ട് ഡാറ്റാസ് മാനിപ്പുലേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ പ്രോസസ് ചെയ്യുന്നതിലും ഒക്കെ അതിൻ്റെ ഒരു ഡാറ്റ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ഓപ്ഷൻ സി, ഇന്റഗ്രിറ്റി. അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി എന്താണ് എന്ന് നമുക്കൊരു സംശയം തോന്നും. Confidentiality refers to the protection of sensitive data from unauthorized access or disclosure. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഫിഡൻഷ്യാലിറ്റി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയൽസ്, കുറച്ച് പേർക്ക് മാത്രം കാണാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് ഫയൽസ് ആണ്, അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അതെന്താ? ആ
ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അപ്പം കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്നതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. That ensures sensitive sensitive information remains private and is accessible only to the authorized individuals or systems. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനോ സിസ്റ്റത്തിനോ മാത്രം ആ ഒരു പ്രൈവറ്റ് ഡാറ്റ കിട്ടുകയുള്ളൂ. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി. അടുത്തത് നോൺ റെപ്യൂഡിയേഷൻ ആണ്. നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഷുർ ചെയ്യുന്നത് പാർട്ടി കനോട്ട് ഡിനേ ദ ഓതന്റിസിറ്റി ഓർ ഇന്റഗ്രിറ്റി ഓഫ് എ മെസ്സേജ് ഓർ ട്രാൻസാക്ഷൻ ദാറ്റ് ദേ ഹാവ് സെൻഡ് ഓർ റിസീവ്. ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ മെസ്സേജോ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞ് ഡിനേ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിനേ ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. That ensures the parties involved in the communication or transaction cannot deny their actions, providing accountability and trust in electronic exchanges. അവര് അതിന് അക്കൗണ്ടബിൾ ആയിരിക്കും. അവർക്ക് ഒരിക്കലും അത് ഡിനേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. An example for an asymmetric key cryptography is. ക്രിപ്റ്റോഗ്രഫിയിൽ രണ്ട് തരത്തിലാണ്. ഒന്ന് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ഉണ്ട്, വേറൊന്ന് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ഉണ്ട്. അപ്പൊ ഇതില് ഏതാണ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നാണ് ചോദ്യം. എന്താണ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറെന്റ് കീസ് ആർ യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. ഡീക്രിപ്ഷൻ ആണെങ്കിലും എൻക്രിപ്ഷൻ ആണെങ്കിലും ഡിഫറെന്റ് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ RSA ആണെങ്കിൽ പബ്ലിക് കീ ഈസ് യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് പ്രൈവറ്റ് കീ ഈസ് യൂസ്ഡ് ഫോർ ഡിക്രിപ്ഷൻ. RSA പബ്ലിക് കീ ആണ് എൻക്രിപ്ഷന് യൂസ് ചെയ്യുന്നത്, ഡിക്രിപ്ഷന് പ്രൈവറ്റ് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ സെയിം കീ ആണ് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടിനും സെയിം കീ യൂസ് ചെയ്യുന്നതാണ് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. ഡിഫറെന്റ് ആയിട്ടുള്ള കീസ് യൂസ് ചെയ്യുന്നതാണ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. ഇവിടെ RSA ആണ് ഏതിന് എക്സാമ്പിൾ? അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിക്ക് ഉദാഹരണം. AES-ഉം DES-ഉം 3DES-ഉം സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The property that no party to a contract can later deny that they have signed a document is called. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു പാർട്ടി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞാനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിക്ക് എന്താണ് നമ്മൾ പറയുന്നത്? ഓപ്ഷൻ സി, നോൺ റിപ്യൂഡിയേഷൻ. ഇത് തന്നെയാണ് രണ്ട് ക്വസ്റ്റ്യന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. കാരണം എല്ലാവർക്കും നന്നായിട്ട് ഓർക്കുവാനും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്തത്. പിന്നെ ഇപ്പം അടുത്ത കാലത്ത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പോൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയി ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് കാണണം. ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടി പഠിക്കണം. അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഓരോന്നിന്റെ നോട്ട്സ്, ഓരോ ക്വസ്റ്റ്യൻസിന്റെ നോട്ട്സ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കേണ്ട ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഈ ചാനൽ കാണുക, അല്ലെങ്കിൽ ആ നോട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടി ചാനൽ കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. ഇത് മനസ്സിലാകാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ എന്താണേലും ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിരിക്കും, അതിലും ജോയിൻ ചെയ്യുക. ഫോർ ഈ നോട്ട്സ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.